ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ 8-ാം തീയതി നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 4ൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ആയിട്ടുണ്ടെന്ന് നോക്കാം. 5 എണ്ണം ഡിലീഷൻ ആയിട്ടുണ്ട്. ആ 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ: ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരള വിനോദസഞ്ചാര ദിനം 2024, കേരള വിനോദസഞ്ചാരം 2024. ഈ ക്വസ്റ്റ്യനാണ് ഒന്നാമത് ഡിലീറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. മൊത്തം 5 ക്വസ്റ്റ്യനാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. വാഗൺ ട്രാജഡി നടന്ന വർഷം, അത് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടു. വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഡിലീറ്റഡ് ആയി. തേർഡ് ക്വസ്റ്റ്യൻ: തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? അതും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് 23ൻ്റെ പ്രാധാന്യം, അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഒരാവശ്യവുമില്ലാതെ ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അത് കൃത്യമായിട്ട് ആൻസർ ഉള്ള ക്വസ്റ്റ്യനാണ്. 5 സംഖ്യകളുടെ ശരാശരി 51ആണ്. അതിൽ ചെറിയ സംഖ്യ ഏത്? ഇത് കൃത്യമായിട്ട് ആൻസർ കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്നിട്ട് പോലും അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 5 ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റഡ് ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.